ഉപകരണങ്ങളുടെ അപര്യാപ്തത കൊണ്ട് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുവെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഹാരിസ് ചിറക്കൽ പിന്നാലെ ആ പോസ്റ്റ് പിൻവലിക്കുന്നുണ്ട്. മന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചത്. പോസ്റ്റ് പിൻവലിച്ചുവെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ. ഞാൻ ഇട്ട കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണെന്ന് ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഇത് അറിയാമോ ഇല്ലയോ ഉള്ളതെന്ന് എനിക്കറിയില്ല. മുമ്പുള്ള പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഒക്കെ നമ്മൾ നേരത്തെ ഇതിലെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. രോഗികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉള്ളതെന്നാണ് ഡോക്ടറുടെ ഇന്നത്തെ വെളിപ്പെടുത്തൽ. വരുന്ന രോഗികൾക്ക് സേവനം നൽകാൻ വേണ്ടി നമ്മൾ ഇതുപോലെ വഴിവിട്ട മാർഗങ്ങളിൽ കൂടെ വരെ പോകേണ്ടി വരുന്നു എന്നത് എനിക്ക് വിഷമകരമായിട്ടൊരു കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് മന്ത്രിയുടെ ഓഫീസിനെതിരെ പോലും. നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്ന അധികാരികൾ ഇത് പലപ്പോഴും കവറപ്പ് ചെയ്യുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് മേളിലോട്ട് ഇത് അറിയിക്കാതെ അവരതിനെ വെള്ളപൂശുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തങ്ങളുടെ വിഷയം ഗൗരവമായി പരിഗണിക്കും എന്നുള്ളതാണ് സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഇപ്പോഴത്തെ ഒരു നിലപാട്. അത് പരിഹരിക്കണം. എൻ്റെ പ്രശ്നമല്ല, അത് ജനങ്ങളുടെ പ്രശ്നമാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ലെങ്കിൽ നമ്മളത് ചൂണ്ടിക്കാണിക്കില്ലല്ലോ. ഇത് സർക്കാരിൻ്റെ വീഴ്ചയല്ല, സർക്കാരിൻ്റെ പാളിച്ചയായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. ഇത് താഴെ തട്ടിലുള്ള ഈ തരം നിരവധി ഓഫീസുകളിൽ കടന്നു പോകുന്നതിനകത്തുള്ള പ്രശ്നങ്ങളും ചുവപ്പ് നാടകളിലും അവർക്കുണ്ടാകുന്ന ഉപേക്ഷയാണ് ഇതിൻ്റെ കാരണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകളിൽ ഉന്നതതല അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിനൊടുവിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകുമോ അതോ ഈ സംവിധാനം മെച്ചപ്പെടുത്താനുള്ള നടപടി ഉണ്ടാകുമോ? അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.